Hello, welcome to Legal Brief. Suit by or against minor or unsound mind. മൈനറിനും അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെയോ അല്ലെ അവർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്യൂട്ടിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോണത്. ഓർഡർ 32-ലാണ് ഈ സ്യൂട്ട് ബൈ ഓർ അഗെയിൻസ്റ്റ് മൈനർ ഓർ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സണെ കുറിച്ച് CPCയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ മൈനറും അൺസൗണ്ട് ആയിട്ടുള്ള പേഴ്സൺസും എന്താണ് ലീഗലി ഒരു പേഴ്സൺ ആണ്. അവർക്ക് എന്താണ് കേസ് കൊടുക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് റൈറ്റ് ആയിട്ടില്ല, എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ല. എന്ന് വെച്ചാൽ ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ആ സ്യൂട്ടിന് എന്താണ് ഡിഫൻഡന്റായിട്ട് നിൽക്കാനും അങ്ങനെ ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ അവർക്ക് വേണ്ടി എന്താണ് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്താണ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ആൾക്കാർക്ക് നിൽക്കാം. ഈ മൈനറും സൗണ്ട് മൈൻഡഡും ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഈ CPCയിൽ 32-ലാണ് പറയണത്. എന്താണ് ഇപ്പോൾ മൈനറിനെതിരെ അല്ലെങ്കിൽ മൈനറിന് സ്യൂട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗാർഡിയൻ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ മൈനറിന് അൺസൗണ്ടഡ് ആയിട്ടുള്ള പേഴ്സൺസിനും റെപ്രസെന്റ് ചെയ്ത് നിൽക്കാനായിട്ട്. ഈ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ മൈനറിനും അൺസൗണ്ട് മൈൻഡഡും ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ആ ഒരു റെപ്രസെന്റേറ്റീവ്സിനെയാണ് നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഗാർഡിയൻ എന്ന് പറയുന്നത് ഡിഫൻഡന്റ്, അതായത് ആർക്കെതിരെയാണോ ഇപ്പൊ ഡിഫൻഡന്റ് മൈനറോ അൺസൗണ്ട് മൈൻഡഡോ ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അയാളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് ആര് ഗാർഡിയൻ എന്ന് പറയണത്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളാം. കേസ് കൊടുക്കുന്ന ആളുടെ റെപ്രസെന്റേറ്റീവ്സ് നെക്സ്റ്റ് ഫ്രണ്ടും ഡിഫൻഡന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്ത് ഗാർഡിയൻ എന്ന് പറയുന്നത്. ഈ ഗാർഡിയനും നെക്സ്റ്റ് ഫ്രണ്ടിനും കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, പിന്നെ ഈ മൈനറിനും സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഇയാൾക്ക് മേല് ഒരു അഡ്വൈസ് ടൈറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കാൻ പാടില്ല. പിന്നെ ഈ ഗാർഡിയനെയും നെക്സ്റ്റ് ഫ്രണ്ടിനെയും കോടതിക്ക് എന്ത് ചെയ്യാം, ചില കാരണങ്ങൾ റിമൂവ് ചെയ്യാം. അതൊക്കെ അത് എന്തൊക്കെ കാരണം എന്ന് വെച്ചാൽ വിൽഫുൾ നെഗ്ലിജൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയോ പിന്നെ ഈ കേസിന് ഇയാൾ ഫിറ്റ് അല്ല എന്ന് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഫോറിനിലാണ് ഫോറിനിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇവിടെ അങ്ങനെ കേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ താമസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, ഈ ഗാർഡിയനെയും നെക്സ്റ്റ് ഫ്രണ്ടിനെയും റിമൂവ് ചെയ്യും. പിന്നെ അല്ലാതെ എന്തെങ്കിലും കാരണത്താൽ കോടതിക്ക് വേണമെങ്കിൽ എന്താണ് ഇയാളെ സുവമോട്ടോ വഴി റിമൂവ് ചെയ്യാം. ഇനി ഈ കേസസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് നടക്കുന്ന സമയത്ത് മൈനറോ അൺസൗണ്ടഡ് ആയിട്ടിരിക്കുന്ന പേഴ്സൺ ഒരു പക്ഷേ കേസ് നടക്കുന്ന സമയത്ത് മേജറാവുകയാണ്. അതായത് ഒരു കുട്ടി മൈനറാണ്, 10 വയസ്സിരിക്കുമ്പോൾ ഒരു കേസ് നടക്കുകയാണ്. ഈ കേസ് നടന്ന് ഇയാൾ എന്താണ് 18 വയസ്സ് അറ്റൈൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേജറായ ഈ കൊച്ചിന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കേസിന് വിഡ്രോ ചെയ്യാം. അതൊക്കെ ആ കൊച്ചിന്റെ ഇഷ്ടത്തിലോട്ട് മാറും. അതായത് അപ്പോഴെന്താണ് റെപ്രസെന്റേറ്റീവ്സ് മാറി ഈ കുട്ടി എന്ത് ചെയ്യും, ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് എത്തും. വേണമെങ്കിൽ ആ കൊച്ചിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. ഇനി എന്താണ് അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ ഈ കേസിന്റെ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് തന്നെ എന്താണ് സൗണ്ട് മൈൻഡഡ് ആവുക എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിൽ ഡിസൈഡ് ചെയ്യാം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇതാണ് സ്യൂട്ട് ബൈ ഓർ അഗേൻസ്റ്റ് മൈനർ ഓർ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആ പേഴ്സൺസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയണത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.